സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ മസ്ലിൻ ആപ്ലി കട്ട് വർക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇന്ന് വരുന്നത്. ഫസ്റ്റ് സാരി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ സോഫ്റ്റ് കളർ പാലറ്റിലാണ് സാരി വരുന്നത്. അതിലൊരു പീച്ചാണ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. പീച്ചിൽ ഫുൾ ആ ഒരു മസ്ലിൻ ആപ്ലി കട്ട് വർക്ക് ആയിരിക്കും, ലോവർ ബോർഡർ വരിക. ആ ഒരു പീച്ച് ടോണിൽ തന്നെയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ആ ഒരു മോട്ടീവ്സ് വരുന്നത്. ത്രെഡ് വർക്കിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കളർ ടോൺ കേട്ടോ. ഒരു ഐവറി ക്രീമാണ് സാരിയുടെ ടോൺ വരുന്നത്. ഐവറി ക്രീമിൽ ഒരു ബേജ് ബ്ലെൻഡഡ് ഐവറി ക്രീമാണ് സാരിയുടെ ബോഡി കളർ. അതിൽ പേസ്റ്റൽ പീച്ച് ആയിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. ആ ഒരു മസ്ലിൻ ആപ്ലി കട്ട് വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. നല്ല ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഒരു ആപ്ലി കട്ട് വർക്ക് വന്നിട്ട് സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത് സാരിയുടെ. നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പം ഇതേ മോട്ടീവ്സ് തന്നെ, ബോഡിയിലുള്ള അതേ മോട്ടീവ്സ് ആയിരിക്കും സാരിയുടെ പ്ലീറ്റ്സിൽ ആ ഒരു ഹാഫ് പോർഷനിൽ വരിക. ഫുൾ ഇതേ സ്റ്റൈലിലായിരിക്കും മുന്താണി വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് വരുന്നത് ഒരു ചന്തേരി ഫാബ്രിക്കിലുള്ള ഒരു ഓഫ് ക്രീമിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ സെയിം ടോണിൽ തന്നെയാണ്. അതേ ആ ഒരു ഐവറി ബേജ് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഐവറി ബേജിൽ തന്നെ ആയിരിക്കും ആപ്ലി കട്ട് വർക്ക് വരുന്നത്. ഇതിലെ ഫ്ലോറൽ ഡിസൈൻസിന്റെ പാറ്റേൺ, ആ കട്ട് വർക്ക് പാറ്റേണിൽ ചെറിയ ചെറിയ ഒരു വേരിയേഷൻസ് വരാം കേട്ടോ. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഓൾമോസ്റ്റ് ലുക്ക് എല്ലാം സെയിം തന്നെയായിരിക്കും. ഈ ഒരു പാറ്റേണിലായിരിക്കും ആപ്ലി കട്ട് വർക്ക് വരുന്നത്. സെയിം ടോണിൽ തന്നെ ആ ഒരു ലൈറ്റ് ബേജ് ടോണിലായിരിക്കും. അതേ മോട്ടീവ്സ് തന്നെയായിരിക്കും ബോഡിയിലും വരിക. ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് ഈ ഒരു പാറ്റേണിൽ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേണാണ് വരുന്നത്. സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. മുന്താണി വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ ലാവൻഡർ ആണ്. ലാവൻഡറിലായിരിക്കും ഒരു മസ്ലിൻ ആപ്ലി കട്ട് വർക്ക് വരുന്നത്. അതേ മോട്ടീവ്സ് തന്നെയായിരിക്കും. ലാവൻഡർ ടോണിൽ തന്നെയാട്ടോ സാരിയിൽ ആ ഒരു മോട്ടീവ്സ് വരുന്നത്. ഈ ഒരു ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി ആണ് ഫുൾ ബോഡിയിലും വരിക. ആ സൂപ്പർ നെറ്റ് കോട്ടയാണ് ഒരു ചെക്ക് വീവിലാണ് സാരിയുടെ ബോഡിയുടെ ടെക്സ്ചറും ഒരു ചെക്ക് വീവിലായിരിക്കും വരിക. നല്ല പാറ്റേണിൽ ആ ലാവൻഡറിൽ തന്നെയാണ് ആപ്ലി കട്ട് വർക്ക് വരുന്നത് വിത്ത് സ്കാലപ്പ് ബോർഡർ. ഈ സാരീസിനെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫീൽ ആയിരിക്കും കേട്ടോ സാരി. ഇതിനുമ്പ് ലാവൻഡർ ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. സെൽഫ് കളറിലെ ബ്ലൗസ് സാരിയുടെ കൂടെ വരുന്നുണ്ട് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി മസ്ലിൻ ആപ്ലി കട്ട് വർക്കിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ പറയും. ഫുൾ അതേ പാറ്റേൺ തന്നെ കേട്ടോ. ബേബി പിങ്കിൽ തന്നെയുള്ള ഫ്ലോറൽ വർക്കാണ് ബോഡിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഈ ഒരു സ്റ്റൈലാണ് ഒരു ആപ്ലി കട്ട് വർക്ക് വരും. ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. ഈ ഒരു പാറ്റേണിലായിരിക്കും ആപ്ലി കട്ട് വർക്ക്. ബേബി പിങ്കിൽ തന്നെയായിരിക്കും സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ. മുന്താണി ബ്ലൗസ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോഴും ആ ഒരു ഫ്ലോറൽ ബോഡിയിൽ വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയായിരിക്കും ഹാഫ് പോർഷനിൽ വരും. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ പിങ്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഒരു പീച്ച് ടിൻറ്റഡ് പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേൺ തന്നെ കേട്ടോ. സെൽഫ് കളറിൽ തന്നെ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് അതിൽ ആപ്ലി കട്ട് വർക്ക് തന്നെയായിരിക്കും വരുന്നത് സാരി. ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള പിങ്കിലായിരിക്കും, പീച്ചിഷ് പിങ്കിലാണ് ആ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് കട്ട് വർക്ക് ബോർഡറും വരുന്നത്. ഒരു പീച്ച് ബ്ലെൻഡഡ് പിങ്ക് ആണ് ആ ഒരു കട്ട് വർക്കിന്റെ പാറ്റേണും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. ബ്ലൗസ് സെയിം ടോണിൽ തന്നെയായിരിക്കും. സോഫ്റ്റ് ചന്തേരിയിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. പിസ്ത ഗ്രീൻ. നെക്സ്റ്റ് ടോൺ വരുന്ന പിസ്ത ഗ്രീൻ ആണ്. പിസ്ത ഗ്രീൻ ടോണിൽ തന്നെയായിരിക്കും അവർ ആപ്ലി കട്ട് വർക്ക് വരുന്നത്. സെയിം ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് കേട്ടോ. ബോഡിയിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. ഫ്ലോറൽ പാറ്റേൺ. ഇതാണ് മുന്താണി. സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ലൈലാക്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ലൈലാക്കിലും ലൈലാക്ക് ടോണിൽ തന്നെയായിരിക്കും ഒരു മസ്ലിൻ കട്ട് വർക്ക് വരുന്നത്. സെയിം സ്റ്റൈൽ അതേ മോട്ടീവ്സ് തന്നെയായിരിക്കും. ലൈലാക്ക് ടോണിൽ തന്നെയുള്ള ഫ്ലോറൽ മോട്ടീവ്സ്, സ്കാലപ്പ് ബോർഡർ വിത്ത് ബ്ലൗസ്. അടുത്ത കളർ ലാവൻഡർ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഇതിന് മുൻപത്തെ സാരി ലൈലാക്ക് ആയിരുന്നു. ഒരു ടോൺ ഡാർക്കർ ആയിട്ട് ലാവൻഡർ ടോണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേൺ തന്നെയായിരിക്കും. ഒരു കട്ട് വർക്ക് ഡിസൈൻ എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് സ്കാലപ്പ് ബോർഡർ വിത്ത് ബ്ലൗസ്. ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. ബേബി പിങ്കിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ മസ്ലിൻ ആപ്ലി കട്ട് വർക്ക് തന്നെയാണ് ഫുൾ സാരി വരുന്നത്. നമുക്കൊരു പാർട്ടി വെയർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല സാരീസ് ആട്ടോ. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. അത് കൂടാതെ ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതുപോലെയുള്ള ഫംഗ്ഷനും പേസ്റ്റൽ കളർ പാലറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു എല്ലാ സാരീസും. റണ്ണിങ് ബ്ലൗസ് ഇതേ പാറ്റേണിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും വരുന്നത്. മുന്താണി വരുന്നത് ഈ ഒരു സ്റ്റൈലിൽ തന്നെയായിരിക്കും. ബ്ലൗസ് സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ. ബേബി പിങ്കിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്. ചന്തേരിയാണ് ഫാബ്രിക്. സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് അടുത്ത കളർ പീച്ച് ടോണി തന്നെയായിരിക്കും. സെയിം സ്റ്റൈൽ മസ്ലിൻ ആപ്ലി കട്ട് വർക്ക്, ഫ്ലോറൽ ഡിസൈൻസ്,
ഫുൾ ബോഡി എംബ്രോയിഡറി വർക്ക് വിത്ത് ബ്ലൗസ്. പേസ്റ്റൽ പീച്ച് തന്നെ കളർ വരുന്നത്, ഒരു ടോൺ ഡാർക്കർ ആണ് ഈ ഒരു പീച്ച് ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും കട്ട് വർക്ക് പാറ്റേണും സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് റണ്ണിംഗ് ബ്ലൗസ്. മസ്ലിൻ ആപ്ലി കട്ട് വർക്കിൽ വന്ന് സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതും ഒരു പേസ്റ്റൽ ബേബി പിങ്ക് തന്നെയാണ് സാരിയുടെ കളർ വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെ ആയിരിക്കും. എല്ലാ സാരീസിനും ബോഡിയും ബോർഡറും ഈ ഒരു പാറ്റേൺ തന്നെ വരുന്നത് കേട്ടോ. ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കട്ട് വർക്ക് ബോർഡർ വിത്ത് സ്കാലപ്പ് ഫിനിഷിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. പ്ലീറ്റ്സിന്റെ പോർഷൻ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. മുന്താണി പ്ലെയിൻ ബ്ലൗസ്, സെയിം ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്.